LDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയുടെ ആദ്യഘട്ട മണ്ഡലം പര്യടനം വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. പര്യടനം ഉദയന്നൂർ സെൻട്രലിൽ നിന്നാണ് തുടക്കമിട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇത്തവണ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എന്നതിനാൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രധാന കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്താണ് വോട്ടഭ്യർത്ഥന നടത്തിവരുന്നത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയുടെ ആദ്യഘട്ട മണ്ഡലം പര്യടനത്തിന്റെ രണ്ടാം ദിനം പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ സെന്ററിൽ നിന്നാണ് തുടക്കമിട്ടത്. മൂന്നാമതും ഇടത് സർക്കാർ അധികാരത്തിൽ വരേണ്ടത് വികസന തുടർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടർമാരോട് പറഞ്ഞു. അത്ര ഗുരുതരമാണ് സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെ ലോകോത്തരമായി മാറിയിട്ടുള്ള കേരള വികസന മാതൃകയെ സംരക്ഷിച്ച് നിലനിർത്താം? വലതുപക്ഷത്തെ ഏൽപ്പിച്ചാൽ നടക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് 2011-16 കാലത്തെ UDF ഭരണം. എത്ര മോശമായ സാഹചര്യമാണ് അന്നത്തെ UDF ഭരണത്തിൽ ഉണ്ടായത്. 600 രൂപയെ മാസം കൊടുക്കേണ്ടിയിരുന്നു അന്നത്തെ ഭരണത്തിൽ, UDF ഭരണത്തിൽ ക്ഷേമ പെൻഷൻ. അത് 18 മാസം കൊടുക്കാതിരുന്നവരാണ്. ആകെ 60 മാസത്തേക്കാണ്, 5 വർഷത്തേക്കാണ് ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അതിൽ 18 മാസം, ഏതാണ്ട് 1/3 കാലം 600 രൂപയുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാതിരുന്നവരാണ് പഴയ UDF ഭരണം. പടന്ന ചെറുവത്തൂർ പഞ്ചായത്തുകളിലെ 23 കേന്ദ്രങ്ങളിൽ LDF പ്രവർത്തകർ ഒരുക്കിയ സ്വീകരണങ്ങൾ VPP മുസ്തഫ ഏറ്റുവാങ്ങി. വിവിധ കേന്ദ്രങ്ങളിൽ VV കൃഷ്ണൻ, മാധവൻ മണിയറ, PC സുബൈദ, E കുഞ്ഞിരാമൻ, VKP ഹനീഫ ഹാജി, M സുമേഷ്, P കുഞ്ഞിക്കണ്ണൻ, റസാഖ് പുഴക്കര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.